നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കുവൈറ്റിൽ വീണ്ടും തീപിടുത്തം, 9 ഇന്ത്യക്കാർക്ക് പരിക്ക്, 3 പേരുടെ നില ഗുരുതരം. കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ തീപിടുത്തത്തിന്റെ ഞെട്ടൽ വിടും മുൻപേ കുവൈറ്റിൽ വീണ്ടും തീപിടുത്തം. മെഹബൂലയിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. അവരെ അദാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരിൽ എല്ലാവരും ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ട്. സിൽവർ ലൈൻ കേരളത്തിന് ആവശ്യമില്ല, സുരേഷ് ഗോപി. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന് ആവശ്യമില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി 2 ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണ്. ഒരു വ്യക്തി എന്ന നിലയിലാണ് കേരളത്തിന് ആവശ്യമില്ലാത്ത പദ്ധതിയാണെന്ന് പറയുന്നത്. ഒരു പ്രളയത്തിന്റെ അനുഭവം നമ്മുടെ മുന്നിൽ ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കുവൈറ്റ് ദുരന്തം പിണറായിക്ക് മനുഷ്യത്വമില്ല, വ്യവസായികൾക്ക് ലോക കേരള സഭയിൽ വിരുന്ന് നടത്തിയെന്ന് V മുരളീധരൻ. കുവൈറ്റ് ദുരന്തത്തിൽ 2 ഡസനോളം മലയാളികളുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലും ലോക കേരള സഭയുമായി മുന്നോട്ട് പോയ സംസ്ഥാന സർക്കാരിനെതിരെ BJP നേതാവ് V മുരളീധരൻ രംഗത്ത്. സമീപകാലത്തെ വലിയ ദുരന്തമാണ് കുവൈറ്റിൽ നടന്നത്. കേന്ദ്ര സർക്കാർ സന്ദർഭത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടു. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടു. ചികിത്സയിൽ കഴിയുന്ന എല്ലാവരെയും വിദേശകാര്യ സഹമന്ത്രി നേരിട്ട് കണ്ടു. ധനസഹായം എത്തിക്കാനും മുൻകൈയെടുത്തു. എന്നാൽ ദുരന്ത പശ്ചാത്തലത്തിൽ പോലും മുഖ്യമന്ത്രി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെ പറയുകയാണ്. പ്രവാസികളോട് എന്തെങ്കിലും നന്ദിയുണ്ടെങ്കിൽ പിണറായി ഇത്തരത്തിൽ വ്യവസായികളെ വിളിച്ച് അത്താഴ വിരുന്ന് നടത്തില്ലായിരുന്നു. പിണറായിക്ക് മനുഷ്യത്വം അല്പം പോലും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്കോ റണ്ണിംഗ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിച്ച് സമരം തീർപ്പാക്കണം, കേന്ദ്രമന്ത്രിക്ക് കത്തയച്ച് ശിവൻകുട്ടി. ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിച്ച് സമരം ഒത്തുതീർക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മന്ത്രി V ശിവൻകുട്ടി കത്തയച്ചു. റെയിൽവേ ആക്ടും നിയമങ്ങളും അനുസരിച്ച് പ്രതിവാര വിശ്രമത്തോടൊപ്പം പ്രതിദിന വിശ്രമം നിഷേധിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെയും കർണാടക ഹൈക്കോടതിയുടെയും വിധികൾ നടപ്പാക്കില്ല എന്ന നടപടിക്കെതിരെ ജൂൺ 1 മുതൽ ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ സമരത്തിലാണ്. നിയമാനുസൃതമായി ലഭിക്കേണ്ട വിശ്രമം ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കാത്ത അവസരത്തിൽ പോലും അനുവദിക്കുകയില്ലെന്ന പിടിവാശിയിലാണ് അധികാരികളെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. മാട്രിമോണിയൽ സൈറ്റ് ചതിച്ചു, വിവാഹം നടന്നില്ല, യുവാവിന് നഷ്ടപരിഹാരം. വിവാഹ വാഗ്ദാനം നൽകി യുവാവിനെ കൊണ്ട് അംഗത്വം എടുപ്പിച്ചതിനു ശേഷം അത് നിറവേറ്റാത്ത മാട്രിമോണിയൽ സൈറ്റിനെതിരെ ഉപഭോക്തൃ കോടതി നടപടി. വിവാഹ വെബ്സൈറ്റ് അധികൃതർ യുവാവിന് നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കം പരിഹാര കമ്മീഷനാണ് ഉത്തരവിട്ടത്. കൊച്ചിയിലെ സ്ഥാപനത്തിനെതിരെ ചേർത്തല സ്വദേശി നൽകിയ പരാതിയിലാണ് നടപടി. അബദ്ധത്തിൽ രൂപീകരിച്ച NDA സർക്കാർ എപ്പോൾ വേണമെങ്കിലും വീഴാം, മല്ലികാർജുൻ ഖർഗെ. കേരളത്തിൽ സഖ്യ സർക്കാർ അബദ്ധത്തിൽ രൂപീകരിച്ചതാണെന്നും എപ്പോൾ വേണമെങ്കിലും വീഴാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആകെ 240 സീറ്റുകൾ നേടി. ഇത് കേവല ഭൂരിപക്ഷമായ 272-ൽ താഴെയാണ്. സർക്കാർ രൂപീകരിക്കാൻ പാർട്ടിക്ക് സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വന്നു. NDA സർക്കാർ അബദ്ധത്തിൽ രൂപീകരിച്ചതാണ്. മോദിജിക്ക് ജനവിധി എതിരാണ്. ഇതൊരു ചെറിയ അംഗബലമുള്ള സർക്കാരാണ്. ഈ സർക്കാർ എപ്പോൾ വേണമെങ്കിലും വീഴാം. ഇത് തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് രാജ്യത്തിന് നല്ലതാകട്ടെ. രാജ്യത്തെ ശക്തിപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കണം. പക്ഷേ എന്തെങ്കിലും നല്ല രീതിയിൽ തുടരാൻ അനുവദിക്കാത്തതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശീലം. രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങൾ സഹകരിക്കുമെന്നും ഖർഗെ പറഞ്ഞു.
CPM-നെതിരെ കടുത്ത വിമർശനവുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPM-നെതിരെ കടുത്ത വിമർശനവുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്ത്. CPM-ന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ BJPക്ക് സഹായകമാകുന്നുവെന്നും പാണക്കാട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇടതില്ലെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാകും എന്നത് തമാശയാണ്. സമസ്തയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിഴയ്ക്കാൻ CPM ശ്രമിച്ചു. ഇതിന് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് CPM-ന് ഇനിയും ഏറെ പഠിക്കാനുണ്ട്. കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം പ്രാതിനിധ്യമില്ലാത്തത് അതീവ ഗൗരവമുള്ള കാര്യമാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സാഹിത്യകാരൻ ശ്രീധരൻ ചെമ്പാട് അന്തരിച്ചു. സർക്കസ് കഥകളുടെ കുലപതി എന്നറിയപ്പെടുന്ന പ്രശസ്ത സാഹിത്യകാരൻ ശ്രീധരൻ ചെമ്പാട് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കണ്ണൂർ പാട്യം പത്തായക്കുന്നിലെ വസതിയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു അന്ത്യം. ഇന്ന് വൈകിട്ട് 5-ന് വള്ളിയായി തണൽ വാതക ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. റപ്പീസ് കലാകാരനായും PRO ആയും മാനേജറായും 7 വർഷം സർക്കസ് തമ്പുകളിലായി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ഈ ജീവിതാനുഭവമാണ് സർക്കസ് കഥകളും നോവലുകളും തിരക്കഥകളുമായി പിറവികൊണ്ടത്. റിംഗ്, അന്തരം, കൂടാരം എന്നീ നോവലുകളും ബാലസാഹിത്യ കൃതികളും ഉൾപ്പെടെ 20-ലേറെ ഗ്രന്ഥങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്വർണ്ണവില മേലോട്ട് തന്നെ വീണ്ടും 53,000 കടന്നു. സംസ്ഥാനത്ത് തുടർച്ചയായി സ്വർണ്ണവില വർദ്ധിക്കുന്നു. ഇന്ന് 1 പവൻ സ്വർണത്തിന് 480 രൂപ കൂടി 53,200 രൂപയിലേക്ക് എത്തി. ഗ്രാമിന് 60 രൂപ കൂടി 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് 6,650 രൂപയാണ് വില. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.